ഹലോ കൂട്ടുകാരെ, ഇപ്പം ചക്ക സീസണല്ലേ. അതുകൊണ്ട് ചക്ക കൊണ്ട് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേക്കാണ് കേട്ടോ. അത് ചക്ക മിക്സിയിലടിച്ച് വേവിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് മിക്സിയിലടിച്ച് വെച്ചതാണ്. ഇത്രയും പൊടി 2-2.5 ഗ്ലാസ് പൊടിയുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളം ഒഴിച്ച് പാകത്തിന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഇതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് വറുത്ത പത്തിരിപ്പൊടിയാണ്. കൊഴുക്കട്ടയിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ വെച്ച് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കട്ടെ. ഞാൻ അടിച്ചു വെച്ചേക്കണ ചക്ക മിക്സിയിൽ അടിച്ചു വെച്ചേക്കണ ചക്കയാണ്. ചക്കയുടെ വെള്ളാംശമൊക്കെ കുറച്ചൊന്ന് വറ്റട്ടെ. ചക്കയുടെ വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. ഇത് ഒരു തേങ്ങ, ഇത്രയും തേങ്ങ, ഒരു തേങ്ങ ഇട്ടു. 4 അച്ചുണ്ട് ശർക്കര. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് മെട്ടയൊക്കെ അരിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ. അത് ഒഴിച്ചു കൊടുക്കും. ഈ മിക്സിലേക്ക് ഏലക്കായ പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്ര ഇടുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി മതി ഇട്ട് കൊടുക്കാം. ഒരു മണോ രുചിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണം. വെള്ളം ഒന്നുകൂടി ഒരിഞ്ഞ് വരാനുണ്ട്. വെള്ളം വറ്റിയിട്ടുണ്ട്, അതൊന്നുകൂടി അടിഞ്ഞ് വരാനുണ്ട്. ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് സമയം പിടിക്കും. വെള്ളമൊക്കെ ഒഴിഞ്ഞ് വരാനായിട്ട് നമ്മൾ നിങ്ങളെ കാണിച്ചില്ലെന്ന് മാത്രമേ ചെയ്യുന്നത് മാത്രം കാണിക്കുന്നത്. പിന്നെ ചൂടാവട്ടെ. കുഴച്ച് വെച്ചേക്കണ പൊടിയിൽ നിന്ന് ഓരോ ഉണ്ടകളെടുത്ത് ഇതുപോലെ പരത്തിയിട്ട് ഫില്ലിങ് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലത്തെ ഷേപ്പിലാണ് ഞാൻ ഉണ്ടാക്കണം. ഇതുപോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കണത്. ഉണ്ടാകും ചക്ക കൊഴുക്കട്ട ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കും. ഇതുപോലെയാണ് കേട്ടോ ഞാൻ ചക്ക കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചാണ്. ഇതൊരു അപ്പച്ചമ്പ് വെച്ച് അതിനകത്ത് പഴയ അപ്പച്ചമ്പാണ്, അതിനകത്ത് വെച്ച് പുഴുങ്ങിയെടുക്കുക. ഞാനിതുപോലെ വെച്ച് കൊടുത്തേക്കണേ. ഇത് ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വെളിച്ചെണ്ണയോ ഓയിൽ എന്തെങ്കിലും തടവിയാൽ നല്ലത്. ബട്ടറോ എന്തെങ്കിലും തടവിയാൽ നല്ലതാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റിൽ ചക്ക കൊഴുക്കട്ട എല്ലാവരും ഉണ്ടാക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ. എല്ലാവരും കാണാൻ ശ്രമിക്കണേ. ചൂടാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ കൊണ്ട് വിളിക്കണത്. ഉണ്ടോ, അടിപൊളി. എല്ലാവരും ഉണ്ടാക്കാം. ചക്കയും ഒക്കെ ഉള്ള സമയമില്ല, അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കുക, സപ്പോർട്ട് ചെയ്യാം.